സീറോ മലബാർ സഭയുടെ ഏറ്റവും പ്രധാന പള്ളികളിൽ ഒന്നും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കത്തീഡ്രലും കൂടിയായ വിശുദ്ധ എറണാകുളം സെന്റ് മേരീസ് ബസലിക്ക സകലവിധ രാജകീയ പ്രൗഢിയോടും കൂടി തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ്. വിശ്വാസികൾക്ക് രൂപത നൽകുന്ന ഉറപ്പ് അത് തന്നെയാണ്. സഭയുടെ ഒരു നേർക്കാഴ്ചയായി ബസലിക്കയെ നയിക്കാൻ ഇതാ വരികയാണ് കത്തോലിക്ക സഭയുടെ പ്രിയപുത്രൻ ഞാളിയത്ത് വീട്ടിൽ തരിയൻ എന്ന ഫാദർ തരിയൻ ഞാളിയത്ത്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മനസ്സിൽ ഏറ്റവും നല്ല പുരോഹിതനായി ഇടം പിടിച്ച എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിശിഷ്ടനായ വിലമതിക്കാനാകാത്ത ഞാളിയത്തച്ഛന്റെ ഈ നിയോഗം രൂപതയുടെ തന്ത്രപ്രധാനമായി ബസലിക്ക പരിരക്ഷിക്കുക എന്നത് മാത്രമല്ല, അവിടെയും ഏകീകൃത കുർബാനയ്ക്കായി എല്ലാ സംവിധാനങ്ങളും ഒരുക്കി നൽകുക എന്നതുകൂടിയാണ്. സഭാവിശ്വാസികളുടെ മനസ്സിൽ വിമതർ ബസലിക്കയെ കരുവാക്കി നടത്തിയ അധമ പ്രവർത്തനങ്ങളെ പാപക്കറ കഴുകിക്കളയുക തന്നെയാണ് ഞാളിത്തച്ഛന്റെ നിയോഗം. എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പ്രസിഡന്റായി ഫാദർ ആന്റണി പുതവേലിയും സഭാ നേതൃത്വം നിയമിച്ചു കഴിഞ്ഞു. ഇനിയാണ് സഭ കളി പുറത്തെടുക്കുന്നത്. ഓരോ ഇടവകയിലെയും വിശ്വാസികൾ അവരുടേതായ ഉറവിടങ്ങളിൽ നിന്നും ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നീതിന്യായ കോടതിയെ സമീപിക്കേണ്ട ഗതികേടിലാണ്. സഭയെയും ഇടവകളെയും എന്തിന്റെ പേരിലായാലും കോടതി നടപടികളിലേക്ക് വലിച്ചിഴക്കുന്നത് ആശാസ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് കാനോനിക നിയമങ്ങൾ സഭയ്ക്കുള്ളത് കർശനമായി നടപ്പാക്കി സഭയ്ക്കെതിരെ തിരിയുന്ന വിമത വൈദികർക്കെതിരെ നടപടികൾ ഉടനടി എടുത്ത് ശക്തമാക്കുന്നത്. അതിനുവേണ്ടി നടപടികൾ സാധ്യമാക്കുന്നതിന് വേണ്ടി തന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പ്രസിഡന്റായി ഫാദർ ആന്റണി പുതവേലിയെ സഭാ നേതൃത്വം കൊണ്ടുവന്നിരിക്കുന്നത്. വിമതത്തിക്കാരത്തിന്റെ മണ്ടയ്ക്ക് കിട്ടിയ അടി തന്നെയാണിത്. നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ വിമത പ്രമുഖർക്കുള്ള ചുട്ട അടി തന്നെയാണിത്. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള പരിശുദ്ധ പിതാവിന്റെ 2022 കത്തും 23 വീഡിയോ സന്ദേശവും അനുസരിക്കാത്ത ഒന്നും രണ്ടുമല്ല 53 വിമത വൈദികർക്കെതിരെയാണ് ഇപ്പോൾ നടപടി ആരംഭിച്ചിരിക്കുന്നത്. വിമത കൂട്ടങ്ങളുടെ ലക്ഷ്യം ഏകീകൃത കുർബാനയ്ക്കെതിരെയോ സഭാ സംരക്ഷണമോ അല്ല എന്ന് വ്യക്തമാണ്. സഭയുടെ തലപ്പത്ത് പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ കിട്ടുന്ന അധികാരം, ഇടവകകളിലെ സ്വത്തുക്കൾ, സഭയുടെ സ്വത്തുക്കൾ, അതിന്റെ പരിപാലനം, ഇതാണ് ഈ വിമതന്മാരുടെ ലക്ഷ്യം. ഇതിനാണ് അവർ മെത്രാന്മാരടക്കം പരസ്യമായി അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത്. കുര്യാക്കോസ് മുണ്ടളൻ, സെബാസ്റ്റ്യൻ തളിയിൽ, രാജൻ പുന്നക്കൽ ഇവരടക്കം 53 പേർ സഭയ്ക്കെതിരെ നിൽക്കുന്ന ഈ വിമത വൈദിക അധമന്മാരെ ഇനി സഭയിൽ പോലും കയറ്റരുതെന്നും ഒരു ശുശ്രൂഷയിലും പങ്കാളികളാക്കരുതെന്നാണ് വിശ്വാസികളുടെ ആവശ്യം. സെമിനാരിൽ നിന്നും അച്ചൻ പട്ടത്തിന്റെ ബാലവളങ്ങൾ മാത്രമാണ് ഈ വൈദികർ ഹൃദിസ്ഥമാക്കുന്നത്. വെറും അടിത്തറ മാത്രം. അത് സ്വായത്തമാക്കി ശുശ്രൂഷയ്ക്കെത്തുന്ന ഇവർ ബാക്കിയുള്ളതെല്ലാം അനുസരണ വൃത്തം, പ്രവൃത്തി പരിചയം, അജപാലനം ഇതൊക്കെ കൊണ്ട് മനസ്സിലാക്കിയെടുക്കുകയാണ് ശീലിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈദികനെ ധിക്കരിക്കുന്നത്, മാർപ്പാപ്പയെ അവഹേളിക്കുന്നത്, മെത്രാന്മാരെ ജനമധ്യത്തിൽ കാറടിച്ച് കാണിക്കുന്നതും ഒന്നും ഇനി അംഗീകരിക്കാനാകില്ല. കർത്താവിന്റെ അപ്പസ്തോലന്മാരെ നാം കണക്കാക്കുന്ന മെത്രാന്മാരെ സഭയുടെ ശത്രുക്കൾ പോലും വിമതർ കാട്ടുന്നത് പോലെ അധിക്ഷേപിക്കുകയില്ല, നോക്കിക്കാണുകയില്ല. അപ്പോഴാണ് ഈ വിമതരുടെ ഈ നടപടികൾ. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പിതാവിനോടാണ് ഇനിയുള്ള ചോദ്യം. അങ്ങയുടെ സർക്കുലറൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. സഭയെയും മെത്രാന്മാരെയും അവിടെ വിഷമോപിപ്പിക്കുന്ന നടപടി സർക്കുലർ എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. എത്ര മെത്രാന്മാരെയും മാർപ്പാപ്പയും വരെ ഇവർ മോശമായി ചിത്രീകരിച്ചു. എന്നിട്ട് എന്താണ് സ്വന്തം സർക്കുലറിന് വിലയിൽപ്പിക്കാത്തത്? അങ്ങനെ നടപടി എടുത്തേ പറ്റൂ. സർക്കുലർ കേട്ടില്ല എന്ന വരട്ട് ന്യായങ്ങൾ ദയവ് ചെയ്ത് പറയരുത്. ആലഞ്ചേരി പിതാവ് സഭയ്ക്കുണ്ടായ നഷ്ടം സ്വയം നികത്തണമെന്ന് ചിലർ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരണം നടത്തുന്നു. പൗരസ്ത്യ സഭാ കാര്യാലയം അങ്ങനെ ഒരു കത്ത് നൽകിയ ശേഷം എത്ര പേർക്കെതിരെ ആലഞ്ചേരി പിതാവിനെ വീണ്ടും വീണ്ടും ആവർത്തിപ്പെടുത്തുകയാണ്. വത്തിക്കാൻ പറഞ്ഞിട്ടും അവർക്കെതിരെ ഒരു നടപടിയുമില്ല. അത് എവിടെ, എന്തുകൊണ്ട് എന്നാണ് ഇപ്പോൾ വിശ്വാസികൾ ചോദിക്കുന്നത്. മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങളെ പരസ്യമായി ധിക്കരിച്ചവർക്കെതിരെ എടുക്കുന്ന ആ നടപടികൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ട്രിബ്യൂണൽ അധ്യക്ഷനടക്കം നടപടിയെടുക്കുമ്പോൾ ഇതിനൊപ്പം ആലഞ്ചേരി പിതാവിനെ ഇപ്പോഴും ജനമധ്യത്തിലും സഭയുടെ വിശ്വാസികളുടെ മുന്നിലിട്ട് അവഹേളിക്കുന്ന ആ വിമതർക്കെതിരെയും, വിമത പ്രമുഖർക്കെതിരെയും, വിമത വൈദ്യർക്കെതിരെയും കൂടി നടപടി അടിയന്തരമായി വേണം. കാരണം ആലഞ്ചേരി പിതാവിനെ അപകീർത്തിപ്പെടുത്തുക എന്നത് സഭയെ അവഹേളിക്കുന്നതിന് തുല്യം തന്നെയാണ്.